റയലിനത് തീരാ നഷ്ടം. അവസരങ്ങൾ നൽകാതെ ബെഞ്ചിലിരുത്തിയതിന് ഇനി ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? റയൽ മാഡ്രിഡ് വിട്ട് ലോണിൽ ഫ്രഞ്ച് ലീഗിലെ ലിയോണിൽ ചേർന്ന ബ്രസീലിയൻ യുവതാരം എൻട്രിക് അജയ്യമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. ഇതുവരെ ലീഗ് 1-ലും ഫ്രഞ്ച് ഡി കോപ്പായിലും കൂടെ 5 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് താരത്തിന്റെ സമ്പാദ്യം. സാബിക്ക് കീഴിൽ കളിക്കളത്തിൽ അവസരം ലഭിക്കാതെ നിറമങ്ങുന്ന എൻട്രിക്കിന് ഈ തീരുമാനമെടുക്കൽ നിർബന്ധമായി വന്നു. ആ തീരുമാനം കരിയറിനെ അത്രമേൽ മാറ്റുരക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അതെ, ലിയോണിന്റെ ജേഴ്സിയിൽ ബ്രസീലിയൻ യുവതാരം അഴിഞ്ഞാടുകയാണ്. ഫുട്ബോൾ ലോകം ഇന്ന് ലിയോണിന്റെ കളിയഴകിലേക്ക് കണ്ണ് തിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം ഒരേയൊരു എൻട്രിക്. വലിയ പ്രതീക്ഷകളോടെ ബ്രസീലിന്റെ മണ്ണിൽ നിന്നും ബെർണാബ്യുവിന്റെ പടികൾ കയറുമ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒരുപാടായിരുന്നു. 2024 ജൂലൈ 19 എൻട്രിക് 6 വർഷത്തെ കരാറിൽ റയൽ മാഡ്രിഡിൽ ഒപ്പുവെച്ചു. എന്നാൽ ഓഗസ്റ്റ് 25 റയൽ വല്ലഡോളിനെതിരെ 3-0 വിജയിച്ച മത്സരത്തിൽ 86-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി 3-ാം ഗോൾ എൻട്രിക്കിന്റെ വകയായിരുന്നു. അതോടെ ലാലിഗയുടെ ചരിത്രത്തിൽ ക്ലബിനായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി എൻട്രിക് മാറി. ഏപ്രിൽ 2 2012-13 സീസണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ശേഷം റയൽ മാഡ്രിഡിനായി ഒരു കോപ്പ ഡെൽ റേ സീസണിൽ 5 ഗോളുകൾ നേടുന്ന ആദ്യ കളിക്കാരനായും താരം മാറി. പ്രതീക്ഷിച്ച പോലെ തന്നെ പോരാട്ടവീര്യം പറയുന്ന ഒരു കരിയർ തന്നെയാണ് എൻട്രിക്കിന് തുടങ്ങാൻ സാധിച്ചത്. അല്ലെങ്കിലും ആ നല്ല കാലത്തിന് തിരശ്ശീല വീഴുന്നത് പെട്ടെന്നല്ലേ? എൻട്രിക്കിന്റെ കരിയറിലും അത് സംഭവിച്ചു. മെയ് 21 റയൽ മാഡ്രിഡിന്റെ മെഡിക്കൽ സർവീസിൽ എൻട്രിക്കിന് പരിക്കുണ്ടെന്ന് കണ്ടെത്തി. ഇത് കുറഞ്ഞത് 2 മാസമെങ്കിലും കളത്തിന് പുറത്തിരിക്കാൻ കാരണമായി. അതോടെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് താരത്തിന് നഷ്ടമായി. എൻട്രിക്കിന്റെ റയൽ മാഡ്രിഡിലേക്കുള്ള തിരിച്ചുവരവിനുള്ളിൽ അവിടെ പല മാറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. തന്ത്രങ്ങൾ മെനഞ്ഞ ചാണക്യൻ അഞ്ചലോട്ടി റയലിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞു. പുതുതായി സ്ഥാനം ഏറ്റെടുക്കുന്നത് അന്ന് യൂറോപ്പിന്റെ മൺവീജകൾ പാടി പറഞ്ഞ പരിശീലകൻ സാബി അലൻസോയായിരുന്നു. അങ്ങനെ വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു ദീർഘകാലയളവിന് ശേഷം എൻട്രിക് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കാര്യങ്ങൾ ചിന്തിച്ചതിനും അപ്പുറമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാബിക്ക് കീഴിൽ അവസരങ്ങൾ ലഭിച്ചില്ലായിരുന്നു. കൃത്യമായ ഒരു റോളുമില്ലായിരുന്നു. എപ്പോഴെങ്കിലും പകരക്കാരൻ്റെ വേഷത്തിൽ ഇറങ്ങിയാലായി. എൻട്രിക്കിൻ്റെ നിസ്സഹായതാവസ്ഥയോർത്ത് ഫുട്ബോൾ ലോകം നിരാശപ്പെട്ടു. കാരണം ഫുട്ബോളിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം ഇനി വരും തലമുറയിൽ ബ്രസീലിൻ്റെ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ നിയമിക്കപ്പെടേണ്ട ഒരു താരമാണ് എൻട്രിക്. ആ എൻട്രിക്കിന് തുടക്കത്തിൽ തന്നെ അവസരങ്ങൾ ലഭിക്കാതെ പ്രതിബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയവും സന്ദർഭവും ടീമിലെ അവഗണനയും മനസ്സിലാക്കിക്കൊണ്ടാണ് 2025 ഡിസംബർ 23 6 മാസത്തെ ലോണിൽ ഫ്രഞ്ച് ലീഗ് വമ്പന്മാരായ ലിയോണിലേക്ക് ചേക്കേറുന്നത്. ലിയോണിൽ താരത്തിന്റെ വേതനത്തിന്റെ പകുതിയും 1 മില്യൺ ലോൺ ഫീസും താരത്തിന് നൽകി. 2026 ജനുവരി 11 കോപ്പ ഡി ഫ്രാൻസിൽ ലില്ലിക്കെതിരെ 2-1 നേടിയ എവേ വിജയത്തിൽ 1 ഗോൾ നേടിക്കൊണ്ട് ലിയോണിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. ജനുവരി 25 മെഡ്സിനെതിരെ 5-2 വിജയത്തിൽ അദ്ദേഹം ലീഗിലെ തൻ്റെ ആദ്യ ഗോളും നേടി. അതും ഹാട്രിക് ആയിരുന്നു. എല്ലാം ഉൾപ്പെടെ 5 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും ഒരു അസിസ്റ്റുമായി എൻട്രിക് ഫുട്ബോൾ ലോകത്ത് ചർച്ചാ വിഷയമാകുകയാണ്. ലാവലിനെതിരെയുള്ള മത്സരത്തിൽ 80-ാം മിനിറ്റിൽ പ്രതിരോധ കോട്ടകളെ നിരായുധരാക്കി എൻട്രിക് വെടിയുണ്ട കണക്ക് പായിച്ച ഷോട്ട് നെയ്ലോൻ വലകളിൽ ചെന്ന് പതിക്കുമ്പോൾ അയാളുടെ കരിയറിലെ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അഞ്ചലോട്ടിയുടെ ടീമിൽ ഇടം നേടാൻ ഇതിൽ പരം എന്ത് വേണം? റയലിൻ്റെ പ്ലാൻ ബി ആയിരുന്ന താരമെന്ന് ലിയോണിൻ്റെ ഹൃദയമിടിപ്പായി മാറിയിരിക്കുന്നു. ആഞ്ചലോട്ടിക്ക് ശേഷം വന്ന സാബി അലൻസോയുടെ തന്ത്രങ്ങളിൽ എൻട്രിക്കിന് ഇടമില്ലായിരുന്നു. അത് റയലിന് വലിയൊരു പിഴവായി മാറുമോ എന്ന് കാലം തെളിയിക്കും. ലിയോണിൻ്റെ ജേഴ്സിയിൽ ആ ഹാട്രിക് നേട്ടം ആഘോഷിക്കുമ്പോൾ എൻട്രിക് ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നേ ഉള്ളൂ: പ്രതിഭയെ ചങ്ങലക്കിടാം. ഉള്ളിൽ കത്തിയെരിയുന്ന കരുത്തിനെ നിങ്ങൾ എന്ത് ചെയ്യും? വരും മത്സരങ്ങളിൽ എൻട്രിക്കിൻ്റെ അജയ്യമായ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നഷ്ടം റയലിൻ്റേത് മാത്രമാണ്, ലാഭം ഫുട്ബോൾ ലോകത്തിൻ്റേത്.